ഹലോ ഗൈസ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു സന്തോഷമായ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പം പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വീഡിയോ 2-3 ദിവസം മുന്നത്തെ വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് നേരെ വണ്ടീൻ്റെ കർട്ടനൊക്കെ മാറ്റി നേരെ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് വണ്ടി കഴുകാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ നേരെ ഏച്ചീൻ്റെ അടുത്തേക്ക് പോകണം. ഏച്ചീൻ്റെ ഡെലിവറിയാണ് കേട്ടോ നാളെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകണം. അപ്പോൾ നോക്കും വണ്ടി മൊത്തം എന്താ പറയുക അഴുക്കായി കിടക്കുമായിരുന്നു. അപ്പം കരുതി വണ്ടി ഒന്ന് കഴുകി കുട്ടപ്പനാക്കാം, നമുക്കൊന്ന് മേപ്പാടി എത്രയും ദൂരം ഒരു 100 കിലോമീറ്ററിനടുത്ത് നമുക്ക് ഓടണം. അപ്പം ഒന്ന് കരുതി വണ്ടി മൊത്തം ഒന്ന് കഴുകി കുട്ടപ്പനാക്കാം. വണ്ടി കഴുകി നോക്കുമ്പോൾ പൊതുവെ പറയണ്ടല്ലോ, വണ്ടി കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് മഴ പെയ്യുക. അങ്ങനെ നല്ല മഴയൊക്കെ പെയ്തു, പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് മേപ്പാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഒരു കട കണ്ടു. അപ്പം എഴുതി ചേച്ചി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി. ആ കടേൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു ഇളനീറിൻ്റെ ഷെയ്ക്ക് കിട്ടുന്നൊരു കട ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ 2 ഇളനീറിൻ്റെ ഷെയ്ക്കും വാങ്ങി. പിന്നെ സമയം നോക്കുമ്പോൾ ഉച്ച സമയമായിരുന്നു. അപ്പം കരുതി ഒന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഒരു സദ്യ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫൈനലി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തി. ഇവിടം തൊട്ട് പിന്നെ ഹോസ്പിറ്റൽ വരെയുള്ള പ്രോപ്പർട്ടി മൊത്തം ഈ ഹോസ്പിറ്റൽ ഉടമേൻ്റെ സ്ഥലമാട്ടോ കാണുന്നത്. ഈ 400 ഏക്കർ മൊത്തം ഈ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടാണ്. പിന്നെ പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ വണ്ടീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് എഴുതിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി പാർക്കിങ്ങിൽ വെച്ച് ഞാൻ നേരെ താഴോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ആദ്യം പോയിട്ട് ഹോസ്പിറ്റലിൽ അമ്മേനെ കൊണ്ട് ഇറക്കിയാണ്. പിന്നെ ഞാൻ പാർക്കിങ്ങിൽ വെക്കാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ വാർഡിലേക്ക് പോയതിനു ശേഷം അപ്പോഴത്തേക്കും ഡോക്ടറൊക്കെ വന്നായിരുന്നു. ആ വീഡിയോ ഒന്നും എടുക്കാനായില്ല. അപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു സുഖപ്രസവമൊക്കെ ആണെങ്കിൽ ഏച്ചിനെ കൊണ്ട് കുറച്ച് നടത്തിക്കുക. അങ്ങനെ ഏച്ചിനെ കുറച്ച് നടത്തിക്കുകയൊക്കെ ചെയ്ത് പിന്നെ സമയം ഏകദേശം വൈകുന്നേരമായി. പിന്നെ ഞാൻ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് അതേപോലെ ചായയും പിന്നെ അതേപോലെ തന്നെ കടിയും പറഞ്ഞു. അങ്ങനെ അത് ചായ ഫ്ലാസ്കിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചായയും കടികളൊക്കെ ഏച്ചി കൊടുത്തു. അതിനുശേഷം നമ്മൾ രാത്രിയായി. അന്നേരം ഞാനും അളിയനും കൂടെ ഒന്ന് പുറത്തിറങ്ങിയാണ് ഫുഡ് വേണ്ടിയിട്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. റോഡൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം വാങ്ങാൻ പോകുന്ന കട ഈ തേയിലത്തോട്ടത്തിന് നടുവിലാണ്. പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൻ്റെ എന്താ പറയുക ചുറ്റുപാടും. ഈ തേയിലത്തോട്ടത്തിന് നടുവിലാണ് കേട്ടോ ഹോട്ടലും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ എന്തായാലും വാങ്ങിയതെന്ന് വെച്ചാൽ ബൂരിയും അതേപോലെ തന്നെ മീൻകറിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഏച്ചിക്ക് കൊണ്ട് കൊടുത്തു. ഇപ്പം ഞങ്ങൾ രണ്ടാളും ലേബർ റൂമിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. രാത്രിക്ക് എന്താ പറയുക ലേബർ റൂമിലേക്ക് മാറ്റിയാണ്. ഞങ്ങൾ രണ്ടാളും പുറത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വെളിയിലും പോയി നേരെ കുഞ്ഞനുള്ള ടെർക്കിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാനും അമ്മയും ഇങ്ങനെ പുറത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം നോക്കുമ്പോൾ സമയം ഏകദേശം 5 മണി അടുക്കാനായി. പിന്നെ അതൊരു ചായ കുടിച്ചൊരു ക്ഷീണം വന്നേരം പിന്നെ അങ്ങനെ ഫൈനലി നമ്മളെ ലൈഫിലേട്ടെന്താ പറയുക നമ്മളെ ഫാമിലിയിലോട്ട് ഒരു അതിഥി അങ്ങനെ വന്നു. അങ്ങനെ കുഞ്ഞു